പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി യൂട്യൂബിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ദൈവം മുൻപാകെ താണിരിപ്പാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൽഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമന്യേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ ചില ചിന്തകൾ 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായം, 9-ാം അധ്യായം വരെ ഉള്ള ഭാഗത്ത് നിന്ന് ചില ചരിത്രപരമായ ചില കാര്യങ്ങളും ദൈവവചനാടിസ്ഥാനത്തിൽ ചില ആലോചനകളും വചനത്തിൽ കൂടെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിക്കുന്നു. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് പലരും ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. നോഹയുടെ പെട്ടകത്തിനകത്ത് ഇത്രയും മൃഗങ്ങളും പക്ഷിയാദികളും ജഡജന്തുക്കളും എല്ലാവരും ഇതിനകത്ത് കയറുമോ എന്നുള്ള ചില ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് തിരുവെഴുത്തുകളെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് 6-ാം അധ്യായം, 7-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം, 7-ാം അധ്യായം, 8-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിൽ നിന്ന് നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് ഒരു ചിന്ത പറയുവാൻ താല്പര്യപ്പെടുകയാണ്. നോഹയുടെ പെട്ടകത്തെക്കുറിച്ച് അധികമാരും ചിന്തിക്കാറില്ല. അതിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, നോഹയുടെ പെട്ടകത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് അധികമാരും ചിന്തിക്കാറില്ല. മലയാള പരിഭാഷയിൽ അതിൻ്റെ അളവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുഴത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ക്യുബിറ്റ് എന്നാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഒരു ക്യുബിറ്റ് എന്ന് പറഞ്ഞാൽ 25 ഇഞ്ചാണെന്നുള്ളതാണ് പൊതുവായ കണക്കനുസരിച്ച് പൊതുവായ കണക്ക്. എൻ്റെ ചിന്താവിഷയമൊന്നും ഇതല്ല. എങ്കിലും ഒരു ക്യൂബിറ്റ് 25 ഇഞ്ചാണെന്നുള്ള പൊതുവായ കണക്കനുസരിച്ച് നോഹയുടെ പെട്ടകത്തിൽ 625 അടി നീളവും 104 അടി വീതിയും 62.5 അടി ഉയരവും ഉണ്ടായിരുന്നു. ഏകദേശ കണക്കനുസരിച്ച് ഇത്രയും ഉണ്ടായിരുന്നു. 625 അടി നീളവും 104 അടി വീതിയും 62.5 അടി ഉയരവും ഉണ്ടായിരുന്നു. ഭൂമിയിൽ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ച സകല ജീവജാലങ്ങളിൽ നിന്നും 2 വീതം പെട്ടകത്തിൽ പാർപ്പിക്കുവാൻ സ്ഥലമുണ്ടോ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പെട്ടകത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയുന്നത്. കീടങ്ങൾ, ഈച്ചകൾ തുടങ്ങിയ വിവിധതരം പറക്കുന്ന പ്രാണികൾക്കും ചിലന്തികൾക്കും പല്ലികൾക്കും തുടങ്ങിയവയ്ക്കും പരിമിതമായ സ്ഥലം മാത്രമേ ആവശ്യമായിരുന്നുള്ളൂ. വിവിധതര ഇഴജന്തുക്കൾക്കും വിശാലമായ സ്ഥലം ആവശ്യമായിരുന്നില്ല. വിവിധതരം പറവജാതികളെ തട്ടിൻപുറങ്ങളിലും തൂക്കി ഇട്ടിരിക്കുന്ന കൂടുകളിലും പാർപ്പിക്കുവാൻ കഴിയുമായിരുന്നു. അവയ്ക്ക് പ്രത്യേകമായ സ്ഥലം ആവശ്യമായിരുന്നില്ല. എന്നാൽ എൻ്റെ ചിന്താവിഷയത്തിലേക്ക്, അവയ്ക്കെല്ലാം വസിക്കുന്നതിനും 382 ദിവസങ്ങൾ അവയ്ക്ക് ഭക്ഷിക്കുന്നതിനുള്ള
ആഹാരം സൂക്ഷിക്കുന്നതിനും ആവശ്യമായ സ്ഥലവും പെട്ടകത്തിൽ സജ്ജീകരിച്ചിരുന്നു. ഇപ്രകാരം ആധുനിക ശാസ്ത്രജ്ഞന്മാർക്കും ഗവേഷകന്മാർക്കും നോഹയുടെ പെട്ടകം ഇന്നും നിഷേധിക്കാനാകാത്ത ഒരു സത്യമായി അവശേഷിക്കുന്നു. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ദൈവം ഈ പെട്ടകം പണിയുവാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 1 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ചു, ബാക്കി 6 ദിവസവും സൃഷ്ടിച്ചു, നല്ലതെന്ന് പറയുമ്പോൾ ദൈവം 2-ാം ദിവസത്തെ നല്ലതെന്ന് പറഞ്ഞില്ല. 2-ാം ദിവസത്തെക്കുറിച്ച് ഞാനിതിനു മുൻപ് ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ 2-ാം ദിവസത്തെക്കുറിച്ച് നല്ലതെന്ന് ദൈവം പറഞ്ഞില്ല. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം ആദിയും അന്തവും ഇല്ലാത്തവനാണ്. അനാദിനിത്യത മുതൽ അനന്തനിത്യത വരെയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവത്തിൻ്റെ കരസ്പർശനത്താൽ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവ വഴി വിട്ട് പോയി കഴിഞ്ഞപ്പോൾ, ദൈവ വഴി വിട്ട് പോയി അല്ലെങ്കിൽ അനുസരണക്കേടിനാൽ പോയി കഴിഞ്ഞപ്പോൾ അവരെ പുറത്താക്കുകയും, അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോൾ 1, 2, 3, 4, 5 അധ്യായങ്ങളൊക്കെ പഠിക്കുമ്പോൾ ആദാമിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ എന്തുകൊണ്ട് ദൈവം 2-ാം ദിവസം നല്ലതെന്ന് പറഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 7-ാം വാക്യത്തിൽ പറയും, സകലത്തെയും ഞാൻ തുടച്ച് ഭൂമിയിൽ നിന്ന് നീക്കുമെന്നും 6-ന്റെ 11 മുതൽ 10 സകല ജഡത്തിൻ്റെ അവസാനം വന്നിരിക്കുന്നു എന്നും നേരത്തെ തന്നെ ദൈവം മുന്നമേ കണ്ടിരുന്നു. കാരണം ഈ ജനം ദൈവം പറയുന്നത് അനുസരിക്കത്തില്ലെന്നും വഷളായിപ്പോയെന്നും ഭൂമിയിൽ ദുഷ്ടത നിറഞ്ഞു എന്നും ഒക്കെ ദൈവം മുന്നമേ കണ്ടിരുന്നു. മനുഷ്യൻ സഭാപ്രസംഗി 7:29 പറയുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവനോ അനേക സൂത്രങ്ങളെ കണ്ടുവരുന്നു എന്ന് തിരുവെഴുത്തുകളിൽ നാം കാണുന്നു. അതിൻ്റെ കാരണം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ, ദൈവസൃഷ്ടിയായ മനുഷ്യൻ ദൈവ വഴി വിട്ട്, ദൈവവചനം വിട്ട്, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ അവർ വഷളായി മാറിയപ്പോൾ, വഷളായി പോയപ്പോൾ ദൈവം ആ തലമുറയിൽ ദൈവകൃപയുള്ള ഉൽപ്പത്തി പുസ്തകം 6:8 പറയുന്നു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അടുത്ത ഭാഗം പറയുന്നു, 9-ാം വാക്യത്തിൽ പറയുന്നു, ആ തലമുറയിൽ നോഹ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടുകൂടെ നടക്കുന്നവനും ആയിരുന്നു. ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവവചനം ശ്രവിച്ചാൽ ഇത് മനസ്സിലാവും. അടുത്ത് 6-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ ഉൽപ്പത്തി പുസ്തകം 6:22 വരുമ്പോൾ അവിടെ കാണുന്നത്, ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന് തിരുവെഴുത്തുകളിൽ കാണുന്നു.
എൻ്റെ ചിന്താവിഷയം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം അനുതപിക്കുന്നു, ദൈവം ദുഃഖിക്കുന്നു എന്നൊക്കെ തിരുവെഴുത്തുകളിൽ കാണുകയാണ്. ദൈവം നോഹയോട് പറഞ്ഞത് ഗോപർമരം കൊണ്ട് പെട്ടകമുണ്ടാക്കണം, അകവും പുറവും കീലും പശയും തേക്കണം. 7-ാം അധ്യായം 6-ാം അധ്യായം 7-ാം അധ്യായമൊക്കെ വായിച്ചോണം. കീലും പശയും തേക്കണം. ഇതെല്ലാം ക്ലിയറായിട്ട് ദൈവം അളവും കൊടുത്ത് പണി ആരംഭിച്ചു. ഇന്ന് ദൈവദാസന്മാരൊക്കെ വളരെ സാമ്പത്തികമായി കടഭാരത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ, ബുക്ക് വാങ്ങിക്കാൻ കാശില്ലാതെ എന്നോട് ഇന്നും ഓരോരുത്തരെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാവപ്പെട്ട ഒത്തിരി പേർക്ക് കഴിയുന്നത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കയ്യിലുമില്ല. അപ്പോൾ ഇത് പറയാനുള്ള കാരണം, നോഹയെ ആ തലമുറയിൽ നീതിമാനായി നിഷ്കളങ്കനായി ദൈവത്തോടുകൂടെ നടക്കുന്നവനായി കൃപ ലഭിച്ചവനായി ദൈവം പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്നവനായി ദൈവം കണ്ടിട്ട് ദൈവം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നു. ഞാനൊരു കാര്യം പറയാം. നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ വേർപാടോടെ നിന്ന് ആർക്ക് തലമുറകൾക്ക് ഒരു ശാപം, കുടുംബത്തിനൊരു ശാപം വരുത്തി വയ്ക്കാതെ സത്യസന്ധതയോടെ നീതിയോടെ നടക്കുവാൻ ഇടയാകട്ടെ. ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നാം പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു മറുപടി ഉറപ്പായിട്ട് ഉണ്ടാകും. അങ്ങനെ തന്നെ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇതെന്തിനാണ് ഇത് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടഭാരത്തിലും ബുദ്ധിമുട്ടിലും കുഞ്ഞുങ്ങളെ കെട്ടിക്കുവാൻ നിവൃത്തിയില്ലാതെയും ഒക്കെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ, ഒന്നും ബുക്ക് വാങ്ങിക്കുവാൻ തന്നെ ഭവനമില്ലാതെ ഒക്കെ ഒരുപാട് രോഗിയായിട്ട് ഒക്കെ കിടക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ ഇത്രയും വലിയ ഒരു ഷിപ്പ് ഇവിടെ പണിതിട്ട് ഒരുപാട് ആത്മീയ ദൂതുകളൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ 3 തട്ടുകളെക്കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടകത്തിൻ്റെ 3 തട്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മറ്റ് അക്രൈസ്തവർ സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ ഒക്കെ കേൾക്കുന്നുണ്ട്, മുസ്ലിം സഹോദരങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഇത് മനസ്സിലാകത്തക്ക നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. പലരും ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി എന്ന വണ്ണവും ഒക്കെയാണ്. 625 അടി നീളമെന്നൊക്കെ പറയുമ്പോൾ നോക്കിക്കണം, 104 അടി വീതിയും 62 അടി പൊക്കം എന്നൊക്കെ പറയുമ്പോൾ നോക്കണം. ദൈവം നേരത്തെ കണ്ടു, മനുഷ്യരൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഭൂമി നിറഞ്ഞു മനുഷ്യൻ. പക്ഷേ 8 കയറത്തുള്ളതെന്ന് ദൈവത്തിന് മുന്നമേ അറിയായിരുന്നു. അതുകൊണ്ടാണ് പത്രോസ് എഴുതിയ 2 ലേഖനം 2:5 പറയുന്നത്, പുരാതന കാലത്തെ നീതി പ്രസംഗിയായ നോഹ പ്രസംഗിച്ചിട്ട് ആകെ 8 പേരെ കുടുംബം മാത്രമേ കയറിയുള്ളൂ. ഞാനതിലേക്ക് വരാം പിന്നെ. എങ്കിലും ഈ ഷിപ്പ് പണിയാൻ, അല്ലെങ്കിൽ ഈ പെട്ടകം പണിയാൻ ഒരു 10 പൈസ ദൈവം കൊടുത്തതായിട്ടോ, ഇന്നത്തെ കൂട്ട് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഒന്നും അന്നില്ലായിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞു, ഈ പറഞ്ഞതിനനുസരിച്ച് പറഞ്ഞ സമയത്ത്
പെട്ടകത്തിൻ്റെ പണി കഴിഞ്ഞു. പെട്ടകത്തിൻ്റെ പണി കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം അടുത്ത് പറയാൻ ഞാൻ ദീർഘിപ്പിച്ച് കൊണ്ടുപോകുന്നില്ല, ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ സമയത്ത് ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അങ്ങനെ തന്നെ ചെയ്തു. 7:6-22, 36-22. അപ്പോൾ ദൈവകൃപയുള്ളവനെ, നിഷ്കളങ്കനെ, നീതിമാനെ, ദൈവത്തോട് കൂടെ നടക്കുന്നവനെ പണിയേൽപ്പിച്ചാൽ പണി നടക്കും. കാശില്ലെങ്കിലും പണി നടക്കും. അതാണ് അതിൻ്റെ ഒരു ആത്മീയ ദൂത്. കാരണം അത് ഈ പെട്ടകം പണിയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പണിയാണ്. ദൈവം പറയുന്നതിനനുസരിച്ച്, ദൈവം പറഞ്ഞതിനനുസരിച്ച് ഒരുവനെ ആ തലമുറയിൽ കണ്ടുപിടിച്ച്, ദുഷ്ടത നിറഞ്ഞ ലോകത്ത് ഒരുവനെ കണ്ടുപിടിച്ച് ദൈവം പണി ഏൽപ്പിച്ചതുകൊണ്ട് ആരൊക്കെ എതിർത്താലും, ആരൊക്കെ കളിയാക്കിയാലും, ആരൊക്കെ നിന്ദിച്ചാലും, ആരൊക്കെ പകച്ചാലും, ആരൊക്കെ പഴിച്ചാലും ആ പണി ദൈവം പൂർത്തിയാക്കുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവം നമ്മളെക്കുറിച്ച്, നമ്മുടെ തലമുറകളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച് ദൈവത്തിന് നമ്മിൽ കൂടെ വ്യക്തിപരമായി ചെയ്യിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എങ്കിൽ ആ തലമുറകളിൽ, അല്ലെങ്കിൽ ഈ തലമുറകളിൽ മറ്റുള്ളവർ വഴിതെറ്റിപ്പോയിരിക്കാം. പക്ഷെ നാം ഒരാത്മീയ പാഠം, നാം നോഹയെപ്പോലെ സത്യസന്ധതയോടെ ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷ, ഒന്നുകൂടെ എടുത്തു പറയാം, റിപ്പീറ്റ് ചെയ്യാം, ചെറുതാകട്ടെ വലുതാകട്ടെ, പ്രാർത്ഥിക്കാനാണ് ദൈവകൃപ തന്നതെങ്കിൽ പ്രാർത്ഥിക്കുക. സുവിശേഷം പറയാനാണ് ദൈവകൃപ തന്നതെങ്കിൽ സുവിശേഷം പറയുക. പ്രവചിക്കാനാണ് ദൈവം കൃപ തന്നതെങ്കിൽ വചനത്തിൽ കൂടെ കുറവുകളെ വെളിപ്പെടുത്തി വചനാടിസ്ഥാനത്തിൽ പ്രവചിക്കുക. ഇനി അപ്പോസ്തലൻ്റെ ശുശ്രൂഷയാണ് തന്നിരിക്കുന്നതെങ്കിൽ അതങ്ങ് ചെയ്യുക. ഉപദേഷ്ടാവ് ടീച്ചറായിട്ടാണ് ബൈബിള് വചനം പഠിപ്പിക്കാനാണ് ദൈവം കൃപ തന്നതെങ്കിൽ അതങ്ങ് ചെയ്യുക. അവരവരെ ഏൽപ്പിക്കുന്ന, എഫെസ്യർ 4:8-11 വാക്യങ്ങളാണ്. അവരവരെ ഏൽപ്പിക്കുന്ന ദൗത്യം വിശ്വസ്തയോടെ, കർത്താവാണ് നമ്മെ പണി ഏൽപ്പിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി, കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 3 അധ്യായം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം. നാം ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, നാം ദൈവത്തിൻ്റെ കൃഷികളാണ്, നാം ഒരു വീട്ടിൽ പോകേണ്ടവരാണ്. നമ്മുടെ പൗരത്വം ഫിലിപ്പിയർ 3:20 പറയുന്നത് പോലെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഭാഷ്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആ ഒരു വെളിപ്പാടോടെ മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ. ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു. ഗോബർ മരം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചതാണ്, എനിക്കൊന്നും അറിയില്ല. 10,000 മരത്തിൻ്റെ ഇടയിൽ ഒരെണ്ണമേ ഉള്ളെന്ന് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ഇപ്പോഴൊന്നുമല്ല, കുറേ നാളായി. ഒരാത്മീയമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഈ മരം ദൈവത്തെ കാണിക്കുന്നു. ഗോബർ മരം, സകല വൃക്ഷങ്ങൾ, സകലത്തിൽ ഉയർന്നു നിൽക്കുന്ന മരം. ശൂന്യംകാരി ഇതിനെക്കുറിച്ച് പറയുന്നു, എൻ്റെ പ്രിയനോ വെണ്മയും ചുമപ്പുമുള്ളവൻ, അവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ.
ഉത്തമഗീതം 5:10. 10,000 പേരിൽ അതിസുന്ദരനായ കർത്താവായ യേശു ക്രിസ്തു അറക്കപ്പെട്ടു. ആകാശവും ഭൂമിയും നിറഞ്ഞിരുന്നവൻ താഴേക്കിറങ്ങി വന്ന്, രമ്യ 23-24, ഫിലിപ്പിയർ 2 6 മുതൽ 10 വരെ, താഴേക്കിറങ്ങി വന്ന് അറക്കപ്പെട്ടു. അവിടെ ആരെയും കുറ്റം പറയാനല്ല, 3 തട്ടുകളായിട്ടാണ് പണിതിരിക്കുന്നത്. യേശുക്രിസ്തു എവിടെയെന്ന് അടുക്കാം. ഏറ്റവും മുകളിൽ, ഞാനൊരു ആത്മീയമായിട്ടൊരു ചിന്ത, ഏറ്റവും മുകളിൽ തട്ട് ദൈവം, സെൻറ്റർ യേശുക്രിസ്തു, ഭൂമിയിൽ പരിശുദ്ധാത്മാവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല. 3 തട്ടുകളായിട്ട് പണിയപ്പെട്ടു. ഇവിടെ എഴുതിയിരിക്കുന്നു, പണിത് പറഞ്ഞതുപോലെ പണിത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, എബ്രായർ 1 മുതൽ 5 വരെ വായിച്ചാൽ അറിയാം. കൊലോസ്യർ 1:15 മുതൽ 19 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. അവൻ അദർശനായ ദൈവമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1:18 ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പുറപ്പാട് പുസ്തകം 33 20 മുതൽ 23 ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെയും കാണാം, നിനക്കെന്നെ കാണുവാൻ കഴിയില്ല എന്ന് ദൈവം പറയുന്നു. മോശ കണ്ട ദൈവവും ഹാഗാറിന് വെളിപ്പെട്ട ദൈവം, അബ്രാം കണ്ട ദൈവം, എല്ലാം ആദാമിന് വെളിപ്പെട്ട ദൈവവും ഒക്കെ യേശുക്രിസ്തു തന്നെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കണ്ടവൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ലെന്ന് തിരുവെഴുത്ത് പറയുന്നു. എൻ്റെ ചിന്താവിഷയത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെ ഇതിൻ്റെ ആത്മീയ അർത്ഥം 4 തുപ്പട്ടി, അപ്പോസ്തലപ്രവൃത്തി 10 തുപ്പട്ടി ഇറക്കി പത്രോസ് ആത്മവിവശത വന്നപ്പോൾ തുപ്പട്ടി കണ്ട് അതിനകത്ത് നാനാവിധ മൃഗങ്ങൾ, ഇഴജാതികൾ എല്ലാം അതിനകത്തുണ്ടായിരുന്നു. വായിച്ചോണം ആ ഭാഗം. ആ ദർശനം അത് ജാതികളുടെ ഇടയിലേക്ക് ചെല്ലാനുള്ള ഒരു ദർശനമായിരുന്നു. ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ, ഇതിനെല്ലാം അർത്ഥം തിന്നാനല്ല, നേരെ അത് കഴിഞ്ഞ ഉടനെ കിട്ടുന്നാണ്ട് താഴോട്ട് വായിക്കുമ്പോൾ നേരെ കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. അതുപോലെ ഇതിനകത്ത് ഈ ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് നമ്മൾ ബന്ധക്കോസുകാർക്ക് മാത്രമുള്ളതല്ല, സകല വിധത്തിൽ നിന്നും, നേരത്തെ പറഞ്ഞ പോലെ പല്ലി, കഴുകൽ, എന്തെല്ലാം ഉണ്ട്, കുഴിമുയൽ, ഇങ്ങനെ സദൃശവാക്യം 30 യാക്കയുടെ മകനായ ആഗൂരിൻ്റെ വചനങ്ങൾ വെച്ച് വായിക്കുമ്പോൾ നമുക്കറിയാം. 30 വായിക്കുമ്പോൾ എന്തെല്ലാം ജീവികളെക്കുറിച്ച്, പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, ഇങ്ങനെ കുറേ. അത് രാജാക്കന്മാരുടെ അരമനയിൽ പാർക്കുന്നു, കുഴിമൊഴി ശക്തിയില്ലാത്തതെങ്കിലും അത് പാറയുടെ പിളർപ്പിൽ പാർക്കുന്നു. ഇങ്ങനെ സിംഹത്തെക്കുറിച്ച് പറയുന്നു, നായെക്കുറിച്ച് പറയുന്നു, കോലാട്ടുകൊറ്റനെക്കുറിച്ച് പറയുന്നു, ആകാശത്ത് കഴുകൻ്റെ വഴിയെക്കുറിച്ച് പറയുന്നു, ഇങ്ങനെ നായെക്കുറിച്ച് പറയുന്നു. ഒത്തിരി കാര്യങ്ങൾ, മൃഗങ്ങളെക്കുറിച്ച് തന്നെ, ഉറുമ്പിനെക്കുറിച്ച് പറയുന്നു. ഉറുമ്പ് ഒരു ബലഹീന ജാതിയെങ്കിലും അത് മഴക്കാലത്തേക്ക് തീൻ ശേഖരിക്കുന്നുവെന്ന് എഴുതി വച്ചിരിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ആത്മീയമായിട്ട് ചിന്തിച്ചപ്പോൾ, ഞാൻ പല്ലിയെക്കുറിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഉറുമ്പിനെക്കുറിച്ച് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതിനകത്ത് യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. ഇതൊക്കെ ഓരോ മെസ്സേജിന് തന്നെ ഉണ്ട്. പല്ലി ഒരു മെസ്സേജാണ്, ഉറുമ്പ് ഒരു മെസ്സേജാണ്. ഒന്നും അല്ലെങ്കിൽ ചിലന്തിയെക്കുറിച്ച് പോലും യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
ഒന്നിനെ ദൈവം വിട്ടിട്ടില്ല. എല്ലാത്തിനും ഈ രണ്ട്. അപ്പോൾ ഈ എല്ലാവരും പറയുന്ന ക്രിസ്തു യേശു വഴിയല്ല, ക്രിസ്തു തന്നെയാണ് വഴി. ക്രിസ്തു യേശു വഴിയല്ല, യേശു ക്രിസ്തു തന്നെയാണ് വഴി. ഞാൻ തന്നെ വഴി. അപ്പോൾ ആ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് വരുന്നവർക്ക് അവിടെ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, വർഗമില്ല, ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഈ പെട്ടകത്തിനകത്ത് കയറാം. പത്രോസ് എഴുതിയ 2:5 നിങ്ങൾ വായിച്ചാൽ മതി. പത്രോസ് എഴുതിയ 1-3:20 വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. അതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ നീതി പ്രസംഗി എന്ന് കിടപ്പുണ്ട്. പ്രസംഗ വിഷയം ഇതായിരിക്കണം. ഈ 31:6 മുതൽ 8 വരെയുള്ള ഭാഗങ്ങളിലായിരിക്കണം എന്ന് ഞാൻ ചിന്തിക്കുക. കാരണം അവിടെ ദൈവം നല്ലതെന്ന് പറഞ്ഞില്ല. കാരണം 2-ാം ദിവസത്തെ നല്ലതെന്ന് പറയാത്തതിൻ്റെ കാരണം ജനം വഷളായി പോകുമെന്നും ഈ 2-ാം ദിവസത്തെ സൃഷ്ടിപ്പ് കൊണ്ട് തന്നെ മനുഷ്യനെ നശിപ്പിക്കുമെന്നും ദൈവം മുന്നമേ കണ്ടിരുന്നു. എഫേസ്യർ 1:4 ചേർത്ത് പഠിച്ചു കഴിഞ്ഞാലും അറിയാം. ദൈവം മുന്നമേ കണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം പെട്ടകം തീർക്കാൻ പറഞ്ഞു. ചിലർ പറയും ഞങ്ങൾ പള്ളിക്ക് സഹായിച്ചു, ഇതൊന്നും കാര്യമില്ല. സഹായമൊക്കെ എല്ലാം ശരി തന്നെയാണ്, എല്ലാം ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം 7-ാം അധ്യായം 1-2-3 വാക്യം, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-2-3 വാക്യം, 6-ാം അധ്യായം ഫുള്ള് വായിച്ചു കഴിയുമ്പോൾ ക്ലിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഓടിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി താല്പര്യപ്പെടുക. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു പാരമ്പര്യക്കാരുടെയും ദൈവമല്ല യേശുക്രിസ്തു. അതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഒന്നിനെയും മാറ്റി നിർത്തിയില്ല. എല്ലാത്തിൽ നിന്നും ഈ രണ്ട് ശുദ്ധിയുള്ള 7 അല്ലാത്തതിൽ ഈ രണ്ട്. ഒന്നിനെയും മാറ്റി നിർത്തിയിട്ടില്ല. എൻ്റെ ഭാഷ പറഞ്ഞ ഈച്ചകൾ പോലും, കീടങ്ങൾ പോലും, പറവയെ പോലെ, അല്ലെങ്കിൽ ആ കഴുകനെക്കുറിച്ചൊക്കെ പറഞ്ഞ, സിംഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ഒരുപാട്, ഇതിനെല്ലാത്തിനും വേണ്ടതായ ആഹാര പദാർത്ഥങ്ങളും വലിപ്പച്ചെറുപ്പമില്ലാതെ ഇതെല്ലാം ദൈവം ഒരുക്കി ഏകദേശം 382 ദിവസക്കാലം അവിടെ 9-ാം അധ്യായത്തിൽ അവർ വിതയും ഈ തോട്ടമൊക്കെ നട്ടുണ്ടാക്കി വരുന്നത് വരെയുള്ള ആഹാര പദാർത്ഥങ്ങൾ ദൈവം നോഹയോട് കരുതാൻ പറഞ്ഞു. കരുതി അതിനകത്ത് സൂക്ഷിച്ചിരുന്നു. 6-ാം അധ്യായം 7-ാം അധ്യായമൊക്കെ വായിച്ചാൽ മതി. അപ്പോൾ ഒരൊറ്റ ചിന്തവിടെ തരാം. ഈ പണിക്കകത്ത് കള്ളം കാണിക്കരുത്. ശുശ്രൂഷയിൽ കള്ളം കാണിക്കരുത്. ഉള്ളത് തുറന്നു പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇഷ്ടപ്പെടത്തില്ല. ഒന്നുകിൽ പറയും അയാളുടെ കൃപ നഷ്ടപ്പെട്ടു, ഇല്ലെങ്കിൽ അയാൾ കൊള്ളുമില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം. എന്നാൽ സർവശക്തനായ ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. സർവശക്തനായ ദൈവം, അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, ഇതെല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം നോഹയോട് 6:22 ദൈവം നോഹയോട് കൽപ്പിച്ചതുപോലെ
ചെയ്തു, അങ്ങനെ തന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 4:19 5:29 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കുന്നത് നല്ലത്. അപ്പോൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. ഒന്നാമതായിട്ട് ദൈവം എന്ത് പറയുന്നു അതനുസരിക്കുക. ബാക്കി ദൈവം പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാൽ ലോകക്കാരൊന്നും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ല, ആരും അനുകൂലമായിട്ട് നിൽക്കത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞതിനനുസരിച്ച് പണിതു, ദൈവം പറഞ്ഞതുപോലെ അവിടെ എഴുതിയിരിക്കുന്ന എല്ലാം വന്നു നിന്നു എന്ന. മനുഷ്യൻ വന്നില്ല, പക്ഷെ ബാക്കിയുള്ളതെല്ലാം അനുസരിച്ചു, എല്ലാം വന്നു നിന്നു. 7-ാം അധ്യായം 1, 2, 3 വാക്യമൊക്കെ വായിക്കുന്നു. ദൈവം പറഞ്ഞതിനനുസരിച്ച് എല്ലാം വന്ന് കയറി. അതിനുള്ള സജ്ജീകരണങ്ങൾ സാഹചര്യങ്ങളെല്ലാം ഒരുക്കി അതിനകത്ത് കയറി 7 ദിവസം വരെ ആ പെട്ടകം യഹോവ എല്ലാം വന്ന് കയറി കഴിഞ്ഞു. യഹോവ വാതിലടച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. യഹോവ വാതിലടച്ചു. അതിൻ്റെയൊക്കെ എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു വിഷയമായുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ആദ്യം മൃഗങ്ങൾ മറ്റുള്ളതിനെ എല്ലാത്തിനെയും കയറ്റിയതിന് അനന്തരം ശേമിനോടും ഭാര്യയോടും ശേം, ഹാം, യാഫത്ത് ഇവരുടെ ഭാര്യമാരോടും ശേമിൻ്റെ ഭാര്യയോട്, ഹാമിൻ്റെ ഭാര്യയോട്, യാഫത്തിൻ്റെ ഭാര്യയോട് കയറാൻ പറഞ്ഞു. അടുത്തായിരിക്കും തൻ്റെ വൈഫ് കയറിയത്. നോഹയും കയറിക്കഴിഞ്ഞപ്പോൾ, അവസാനമായി നോഹയും കയറിക്കഴിഞ്ഞപ്പോൾ യഹോവ വാതിലടച്ചു. അവിടെ ദൂത് മാറ്റിപ്പറയാനൊന്നും ദൈവം പറഞ്ഞില്ല. നോഹയ്ക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പണിതവരും എടുത്തവരും എല്ലാം സഹായിച്ചവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടെ കയറ്റണമെന്നുള്ള ദൂത് ഇച്ചിരി ഒന്ന് മയപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അന്ന് വന്ന് കയറും എന്ന് പറഞ്ഞാൽ ഇച്ചിരി കള്ളു കുടിക്കുന്നതിന് കുഴപ്പമില്ല, ബീഡി വലിക്കുന്നതിന് കുഴപ്പമില്ല, ലോകപ്രകാരം നടക്കുന്നതിന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇഷ്ടംപോലെ വരും. ഇപ്പം പിന്നെ എല്ലാവരും സ്വർണത്തിൻ്റെ പുറകെ പോയിരിക്കും. ഞാൻ 5 വീഡിയോ ആയിട്ടിരിക്കുന്നത്, 5 മണിക്കൂർ. അതൊന്നും ആർക്കും വേണ്ട. പിന്നെയും വീഡിയോ, പിന്നെ സ്വർണം ഇവരൊക്കെ ഈ സ്വർണത്തിൻ്റെ പുറകെ പോകാതെ ഒരെണ്ണത്തിന് സുവിശേഷം പറഞ്ഞ ഒരെണ്ണത്തിനെ നേടാൻ നോക്കട്ടെന്ന്. സ്വർണം വേണമെന്നുള്ളവർ ഇടും, വേണ്ടാത്തവർ ഇടത്തില്ല, അത്രയേ ഉള്ളൂ. നിർബന്ധിച്ച് ഊരി പിന്നെ ഇടുന്നതിനേക്കാളും നല്ലത് അവരവർക്ക് തോന്നട്ടെ. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകിലും പോകുന്നില്ല. 5 വീഡിയോ ആയിട്ടിരിക്കുന്ന, കുറേ വർഷം ഇരുന്ന് എഴുതി പഠിച്ച് 5 വീഡിയോ ആയിട്ടിരിക്കുന്നു. ഇതിനകത്ത് നോക്കിയാൽ മതി, സ്വർണത്തെക്കുറിച്ച് 5 മെസ്സേജ്, 5 മണിക്കൂറാണ്. ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ചാണ്, അതിൻ്റെ പുറകില്ല. എല്ലാ മൃഗങ്ങളെയും കയറ്റി ശേമിനോടും ഹാമിനോടും യാഫത്തിനോടും കുടുംബത്തോടും പറഞ്ഞപ്പോൾ അവർ കയറിയതിൻ്റെ കാരണം, ഈ മൃഗങ്ങളെല്ലാം വന്ന് കയറി. ഇതിനകത്തെല്ലാ ഇഴജന്തുക്കൾ, എല്ലാവിധ മൃഗങ്ങളുണ്ട്, ഇഴജന്തുക്കളുണ്ട്. ഇനി എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊതുക് വരെ അതിനകത്ത് കയറിയിട്ടുണ്ട്. അതിനെയും തള്ളി കളഞ്ഞു കാണത്തില്ല. യെശയ്യാ 7:14 15 ഒരു വാക്യമുണ്ട്, മിസ്രയീമിൽ നിന്ന് കൊതുകുകളെന്നോ ഇങ്ങാണ്ട ഒരു വാക്യമുണ്ട്. അപ്പോൾ അതിനെ വരെ അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി കയറുകേണ്ട കാരണം, അപ്പൻ ദൈവശബ്ദം കേട്ടാണ് ഈ പെട്ടകം പണിതത്. മക്കളും കുടുംബവും കണ്ടു. തൻ്റെ കുടുംബവും തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും മരുമക്കളും കണ്ടു. അപ്പൻ ദൈവശബ്ദം മാറിയിരുന്ന് പണിയെയും ദൈവശബ്ദം കേൾക്കും. ദൈവത്തിൻ്റെ ആലോചന പ്രകാരം പുള്ളിക്കോ മാറ്റം വരുത്താതെ ദൈവം പറഞ്ഞതിനനുസരിച്ച് ഈ പെട്ടകം പണിത് തലമുറകളും കയറി. ഒരാൾ പറഞ്ഞതുപോലെ നാട്ടുകാരെ നേടിയില്ലെങ്കിലും വീട്ടുകാരെ നേടിയില്ലെന്ന്.
അത് ഒരു സൈഡിൽ ശരിയാണ്. നാട്ടുകാരെ നേടാൻ കഴിഞ്ഞില്ല, പക്ഷേ വീട്ടുകാരെ നേടിയത്. പലരും നാട്ടുകാരെ നേടും, വീട്ടുകാരെ നേടത്തില്ല. എന്തു തന്നെ ആയിക്കോട്ടെ, എല്ലാം അറിയുന്ന, എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ. അപ്പോൾ യഹോവ എല്ലാം കയറി, നോവയും കയറി യഹോവ വാതിലടച്ചു. എന്നെ കേൾക്കുന്നവർ ഒരു ദൂത്, നിങ്ങൾക്ക് ഈ ക്രിസ്തുവാകുന്ന യേശു ക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് കയറുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും കയറി വരാം. യേശുവെ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരി ക്രൂശിലൊഴുക്കിയ യേശു ക്രിസ്തുവിൻ്റെ ചൂട് രക്തം ഇന്നും വിശ്വാസത്താൽ ഒരു പാവി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ആ രക്തം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്താൽ നമ്മെ കഴുകി ശുദ്ധീകരിച്ച് ദൈവമകനാക്കി മകളാക്കി മാറ്റുവാൻ ദൈവം ശക്തനാണ്. യഹോവ വാതിലടച്ചു. ഉൽപ്പത്തി 7-ാം അധ്യായം. 7 ദിവസം വരെ വാതിലടച്ച് അതിവിടെ തന്നെ ചലിക്കാതെ ഇരുന്നു. ഈ ഒരു ദൂതൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരു ചലനവും ഇല്ലെങ്കിൽ മഴ പെയ്യും. ആത്മീയ മഴയാണ് പറയുന്നത്. ചലിക്കാതെ ഇരിക്കുന്നത് ചലിച്ചു തുടങ്ങും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. പറഞ്ഞത് ദൈവമാണെങ്കിൽ, അപ്പോൾ 7 ദിവസം കൂടെ ഇരുന്നല്ലോ, നീ പ്രാർത്ഥിച്ച് ഇന്ന ദിവസം വിടുതലുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് വിടുതലില്ലെങ്കിൽ പേടിക്കേണ്ട. മഴ വരുമെന്നും മഴ പെയ്യുമെന്നും മഴയെ സൃഷ്ടിച്ചവനും ഒരു മഹാദൈവമാണെങ്കിൽ ആ മഹാദൈവം മഴ പെയ്യിപ്പിക്കും. എന്നും ഒരിടത്തിരിക്കാനല്ല, എന്നും ഒരിടത്തിരുത്തത്തില്ല. അപ്പുറത്ത് ഇരുന്നിടത്തു നിന്ന് മഴ പെയ്യും. ആകാശത്ത് കോളുകൊള്ളും, മഴ പെയ്യും. ആഴിയുടെ ഉറവകൾ തുറന്നുവിടും, ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കും. മഴ, വൻമഴ ചൊരിഞ്ഞെന്ന് പറയുന്നത് പോലെ മഴ പെയ്യും. എവിടെയൊക്കെ നിന്നിച്ചോ പരിഹസിച്ചോ കളിയാക്കിയോ 7 ദിവസമായിട്ടും പെട്ടകമടച്ചിട്ടും യഹോവ വാതിലടച്ചിട്ടും ഇതിനകത്തുനിന്നൊരു ചലനമില്ലല്ലോ എന്ന് പറഞ്ഞ് 7 ദിവസം കളിയാക്കിയവരും കൂക്ക് വിളിച്ചവരും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിന് മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരാത്മാവിൻ്റെ മഴ നിങ്ങളിൽ പെയ്യട്ടെ, ചലനം ഉണ്ടാകട്ടെ. എവിടെയൊക്കെ നിന്നിച്ചോ അവിടെയൊക്കെ കൊണ്ടുപോയി ചുറ്റി നടത്തി. പെട്ടകം വെള്ളത്തിൽ കൂടെ ഒഴുകി നടന്ന് പർവ്വതത്തിന് മുകളിലും 15 മുഴം ഉയരത്തിൽ പൊങ്ങിയതുപോലെ വെള്ളം പൊങ്ങി ഒരു ഉയർച്ച. ഉൽപ്പത്തി 8:4 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരത്ത് പർവ്വതത്തിൽ ഉറച്ചതുപോലെ ഒരു ഉറപ്പ് ഉണ്ടാകട്ടെ. അതുകൊണ്ട് ഈ പെട്ടകത്തിനകത്തേക്ക് കയറുവാൻ ആരെങ്കിലും ഉണ്ടോ? യേശുക്രിസ്തുവാകുന്ന പെട്ടകത്തിനകത്ത് ഞാൻ വെളിപ്പാട് 3:20 പറയുന്നു, ഞാൻ വാതിക്കൽ വന്ന് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി അടിയനെ കുടുംബമായി 3 കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഞങ്ങളുടെ മേലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അടിയനേക്ക് വചനം ശ്രവിക്കുന്ന ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്കായി, പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഡോക്ടർമാർക്കായി, ഡോക്ടർമാർക്കായി, നേഴ്സുമാർക്കായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. ചികിത്സ ചെയ്യാൻ കഴിവില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിവേഗോടുന്ന വചനം അയച്ച് അവരെയും പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പോലീസ് അധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വക്കീലന്മാർ, ജഡ്ജിമാർ, രാജ്യം കാക്കുന്ന പ്രിയപ്പെട്ടവർ, മത്സ്യം പിടിക്കുവാൻ പോകുന്ന പ്രിയപ്പെട്ടവർ, അതോടൊപ്പം തന്നെ ദേശമെങ്കും സുവിശേഷം അറിയിക്കുന്ന കർത്തൃഭൃത്യന്മാർ, അവരുടെ കുടുംബാംഗങ്ങൾ, ജയിലിൽ കിടക്കുന്ന
1200-ലധികം പേർ ജയിലിൽ കിടക്കുന്നെന്ന് കേൾക്കുവാനിടയായി. കർത്താവെ, അവരെയും അവിടെ നിന്ന് വിടുവിക്കണം. അവരുടെ കുടുംബത്തിന് കർത്താവിൻ്റെ നാമനിമിത്തം അവർ ജയിലിൽ കിടക്കുമ്പോൾ അവരെയും അവിടെ നിന്ന് വിടുവിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് സമാധാനം ഉണ്ടാകട്ടെ. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള കർത്താവെ ആ യുദ്ധക്കെടുതികൾ അവർക്കും ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. ശാന്തതയോടെ സമാധാനത്തോടെ മുന്നോട്ട് കാര്യങ്ങൾ നീക്കുവാൻ എല്ലാ ഭരണാധികാരികൾക്കും അവിടുന്ന് കൃപ കൊടുക്കണം. ഇന്ത്യ മഹാരാജ്യത്തെ ഒരിക്കൽ കൂടി കരങ്ങളേൽപ്പി 29 സംസ്ഥാനത്തിലെ മുഖ്യന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിക്കാട്ട്. വിവിധയിടങ്ങളിൽ ആയിരിക്കുന്ന ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഇക്കാമടിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുണ്ട്. കർത്താവെ, എല്ലാ വിവിധ മേഖലകളിൽ ജോലി പ്രശ്നങ്ങളിൽ കഴിയുന്നവരുണ്ട്. തലമുറകളുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. വഴികൾ തുറക്കണമേ. ഒരാത്മമഴ പെയ്യുമ്പോൾ കർത്താവെ, ഒരു ചലനമുണ്ടെന്ന് കേട്ടല്ലോ. ആ ചലനം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവം ഇടയാക്കണം. എവിടെയൊക്കെ നിന്നിച്ചുവോ അവിടെയൊക്കെ തന്നെ കർത്താവെ, ആ പെട്ടകം ഒഴുകി നടന്ന് ഏറ്റവും ഉയരത്തിലേക്ക് 17,200 അടിയിലധികം ഉയരത്തിൽ കർത്താവെ, ആ പെട്ടകവും 38:4 വചനപ്രകാരം ഉറച്ചതുപോലെ ഉറയ്ക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതിനായ സ്തോത്രം. മുഴുമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടുള്ള നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൻ്റെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ അബണ്ടലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.